CKC ആണ് പ്രണവിനെ തട്ടിക്കൊണ്ടുപോയതെന്ന് പ്രണവിന് മനസ്സിലായി കഴിഞ്ഞ അവൻ ഉറപ്പായിട്ടും വീട്ടിലേക്ക് തിരികെ വരും, അല്ലെ നിധി? ആ പിന്നെ വരാതെ. പ്രണവ് പിന്നെ നമ്മളെ ദൈവത്തെ പോലെ ആയിരിക്കും കാണുക, ഉറപ്പ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ഈ പ്ലാനുകളൊന്നും വസുന്ധരാമ അറിയരുത്. ആ വൃത്തികെട്ട പഞ്ഞ സ്ത്രീ ഇതെങ്ങാനും അറിഞ്ഞ അപ്പൊ തന്നെ അത് വിളിച്ച് CKCയോട് പറഞ്ഞു കൊടുക്കും. നിനക്ക് വെച്ചിട്ടുണ്ടടി ഞാൻ. മതി മതി മതി, ഇനി നമുക്കേ മുറിയിലെങ്ങാനും പോയി രഹസ്യമായിട്ട് സംസാരിക്കാം. ആ വസുവേ എങ്ങോട്ടെങ്ങാണ്ട് പോയി, അവള് കേട്ടോണ്ട് വന്ന പ്രശ്നാവും. എങ്കി വന്നേ, നമുക്ക് പോയി ഭക്ഷണം കഴിക്കാം. പോയി വയർ നിറച്ച് കഴിക്ക്. അപ്പോഴേക്കും ഞാനിതെല്ലാം ഒന്ന് CKCയും ജ്യോതിർമയും വിളിച്ചൊന്ന് അറിയിക്കട്ടെ. കണ്ടോ വസു എല്ലാം വിളിച്ചു പറയാനായിട്ട് പോയേക്കോ. അമ്മയൊന്ന് സമാധാനപ്പെട്, അതൊക്കെ ഞാൻ മനഃപൂർവ്വം തന്നെ പറഞ്ഞതല്ലേ. അത് വെച്ചൊരു കളിയുണ്ട്. അമ്മ വന്ന് അവരെന്താ ചെയ്യുന്നേന്ന് നമുക്ക് പുറകെ കൂടി പോയി നോക്കാം. വാ ഗൗതം. വസുന്ധര വിളിക്കുന്നുണ്ടല്ലോ CKC. എന്തിനായിരിക്കും ഈ നേരത്തെ ഒരു കോൾ? ഒന്ന് അറ്റൻഡ് ചെയ്ത് സ്പീക്കറിലിട്ട് ജ്യോതി. ഹലോ വസുന്ധരെ. ജ്യോതി, CKC എവിടെയുണ്ടോ? ഞാൻ സ്പീക്കറിലിട്ടിരിക്കുക. CKC അടുത്തുണ്ട്, പറഞ്ഞു വസുന്ധരെ. ഇന്ന് നിധി ജയിലിൽ പോയി പവിത്രനെ കണ്ടിരുന്നു. പവിത്രനെ കണ്ടിട്ടൊന്നും ഒരു കാര്യമില്ല വസുന്ധരെ. അവന്റെ ഭാര്യയും മകളും പുറത്തുള്ളിടത്തോളം കാലം എനിക്കെതിരെ അവനൊരു അക്ഷരം മിണ്ടില്ല. പറയുന്നത് മുഴുവൻ കേൾക്ക് CKC. പവിത്രനെ കണ്ടതിൽ നിന്നും നിധിക്ക് ഒരു വഴി തെളിഞ്ഞു കിട്ടിയിട്ടുണ്ട്. എന്ത് വഴി? പ്രണവിനെ ഒളിവിൽ താമസിപ്പിച്ചിരുന്ന സമയത്ത് അവനെ ചികിത്സിക്കാനായി ഒരു ഡോക്ടർ ജയറാമിനെ CKC ഏർപ്പെടുത്തിയിരുന്നു. അതെ, ഏർപ്പെടുത്തിയിരുന്നു. CKC എങ്കിൽ അത് പണിയായി. ആ ജയറാം ഡോക്ടറുടെ ഫുൾ ഡീറ്റെയിൽസ് നിധി തപ്പിയെടുത്തിട്ടുണ്ട്. ആ ഡോക്ടറെ കൊണ്ട് കോടതിയിൽ മൊഴി കൊടുപ്പിക്കാനുള്ള നീക്കമാണ് നിധിയും ഗൗതമും കൂടി നടത്താൻ പോകുന്നത്. അവള് പറയുന്ന കേട്ടില്ലേ? ഈ നിധി ഒരു വല്ലാത്ത ഐറ്റം ആണല്ലോ വസുന്ധരെ. തുറന്ന് ഏതറ്റം വരെയും കയറി ചെല്ലുവാണല്ലോ അവള്. ഗൗതമും നിധിയും പാർവതിയും ഒക്കെ സംസാരിക്കുന്നത് ഞാൻ മറഞ്ഞു നിന്ന് കേട്ടതാ. ഏതോ ഒരു ഓഡിറ്റോറിയത്തിന് അടുത്താണോ ഈ ഡോക്ടറുടെ ക്ലിനിക്ക്? എങ്കിലേ നിധിയും ഗൗതമും കൂടി നാളെ ആ ഡോക്ടറെ പോയി കാണും. അയാളെ നാളെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. CKCക്കെതിരെ മൊഴി കൊടുപ്പിക്കുകയും ചെയ്യും. നോക്കു ജ്യോതി, ഒരു കാരണവശാലും ഗൗതമും നിധിയും ജയിക്കരുത്. ജയിച്ചാലുള്ള അവസ്ഥ അറിയാലോ. തെളിയിക്കപ്പെടുന്നത് സത്യങ്ങളായിരിക്കും. യഥാർത്ഥ കുറ്റവാളികള് CKCയും ജ്യോതിയുമാണെന്ന് പ്രണവിന് മനസ്സിലാവും. പിന്നെ സംഭവിക്കുന്നത് എന്തായിരിക്കും എന്ന് അറിയാമല്ലോ. എല്ലാം ഉപേക്ഷിച്ച് ആ പ്രണവ് നിസ്സാരമായിട്ട് ഈശ്വരമംഗലത്തേക്ക് തിരിച്ചു വരും. ഓർത്തോ? സ്വത്തും ബിസിനസ്സും ആവശ്യപ്പെട്ടുകൊണ്ട് പ്രണവ് നടത്താൻ പോകുന്ന കേസില് അവൻ തന്നെ ജയിക്കണം. ഈ ഗൗതമും നിധിയും പാർവതിയും ഒക്കെ തെരുവിലിറങ്ങുന്നത് എനിക്ക് കാണണം. ഞാൻ അങ്ങോട്ട് എന്തേലും എടുത്ത ജന്തുവിന്റെ തലയടിച്ച പൊട്ടിച്ചു. അമ്മയൊന്ന് അടങ്ങമ്മേ. വസുന്ധരന്റെ ഇപ്പൊ ചെയ്യുന്നതേ നമുക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാ. ഈ ഡോക്ടർ മൊഴി കൊടുക്കരുത്. അതിന് CKCക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഡോക്ടറുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, അതിൽ ടെൻഷൻ വേണ്ട. എന്തായാലും ഒരു വിലപ്പെട്ട വിവരമാണ് വസുന്ധര തന്നത്. താങ്ക് യു വസുന്ധര. താങ്ക്സോ? നമുക്കിടയിൽ അത്തരം ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട CKC. എന്നാൽ കഴിയുന്ന എന്ത് സഹായവും ഞാൻ നിങ്ങൾക്ക് ഇനിയും ചെയ്യും. ഗൗതമും നിധിയും തോൽക്കണം, തോൽപ്പിക്കണം. ഇതിനൊക്കെ പകരമായി അതാണ് നിങ്ങൾ എനിക്ക് ചെയ്തു തരേണ്ടത്. അത് മാത്രം. ശരി വസുന്ധരെ, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. വെക്കട്ടെ? ഓക്കെ.
ആ ഡോക്ടർ ഒന്ന് പാക്ക് ചെയ്യണമല്ലോ CKC. എന്താ ആലോചിക്കുന്നേ? വസുന്ധരയുടെ സംസാരത്തിൽ നിന്നും ഒരു കാര്യം മനസ്സിലായി. നമ്മളാണ് പ്രണവിനെ തട്ടിക്കൊണ്ടുപോയതെന്ന് വസുന്ധരയും ഉറപ്പിച്ചു. ഈ അവസരത്തിൽ അങ്ങനെയല്ലെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതും ബുദ്ധിമോശമാണ്. ഇപ്പോ ശിവാനിയെ കൂടാതെ വസുന്ധരയ്ക്കും ആ സത്യം അറിയാം. ഇനി കൂടുതൽ ശ്രദ്ധിക്കണം.